യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നാണ് കഴിഞ്ഞ തവണ ബാലാക്കോട്ടിലെത്തി ബോംബിട്ട് തിരിച്ചു പറന്നത്. ഇന്ന് ഇന്ത്യയുടെ പക്കൽ റഫാൽ വിമാനങ്ങളുണ്ട്. ഏതാണ്ട് 300 കിലോമീറ്റർ അകലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ അവയിൽ നിന്ന് പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട്. ബഹാവൽപൂരിലെ അടക്കം ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ തകർക്കാൻ കഴിയും. സുഖോയ് വിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിക്കാൻ കഴിയും. നാഗാസ്ത്ര അടക്കമുള്ള ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട്. അതിർത്തി കടന്നുള്ള നീക്കങ്ങൾക്ക് ഇവയും വലിയ രീതിയിൽ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യ പ്രയോഗിക്കാനുള്ള സാധ്യത എന്തായാലും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഒന്ന്, ആണവ യുദ്ധം എന്ന ഭീഷണി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പാകിസ്ഥാൻ മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ മന്ത്രിമാർ ആണവ യുദ്ധം നടക്കും, ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെ പറയുന്നത്. ഇന്ന് റഷ്യയുടെ അംബാസിഡറും ഇക്കാര്യം പറഞ്ഞു. അതായത് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി എന്ന വ്യക്തിയാണ് ഇന്ന് ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖോജ ആസിഫ് ഇക്കാര്യം പറഞ്ഞത് നമ്മൾ